പല പണ്ഡിതന്മാരും പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റമെൻറ്റ് സ്കോളേഴ്സ് വിശ്വസിക്കുന്നത് മത്തായി മനഃപൂർവ്വമായി ഈ 14 എന്ന് പറയുന്ന സംഖ്യ തിരഞ്ഞെടുത്തത് ദാവീദ് രാജാവിനെ അടിസ്ഥാനമാക്കിയാണ്. എബ്രായ ഭാഷയിൽ ജമാട്രിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എബ്രായ ഭാഷയിൽ 22 ആൽഫബറ്റ്സ് ഉണ്ട്. അതിൽ ഓരോ ആൽഫബറ്റിനും ഓരോ സംഖ്യാ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ദാവീദ് എന്ന് പറയുന്ന പേരിന് ആ 3 കോൺസണൻസ് ദാലേത്ത്, വോ, ദാലേത്ത്. അതിൽ ദാലേത്തിൻ്റെ വാല്യൂ 4, വോയിൻ്റെ വാല്യൂ 6, ദാലേത്തിൻ്റെ വാല്യൂ 4. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ സംഖ്യാ വാല്യൂ 14 അപ്പോൾ മത്തായി തൻ്റെ ആ വംശാവലി എഴുതുമ്പോൾ അതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് 14, 14, 14. അതൊരു ലിറ്റററി സിഗ്നലാണ്. അതായത് തൻ്റെ ഉദ്ദേശം യേശു ദാവീദിൻ്റെ പുത്രനാണെന്നുള്ളൊരു അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടണം. അതുകൊണ്ടാണ് മത്തായി തൻ്റെ ആ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് എബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. അങ്ങനെയാണ് താൻ എഴുതുന്നത്. മത്തായി യേശുവിനെ പ്രസൻറ്റ് ചെയ്യുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹ രാജാവ് എന്ന രീതിയിലാണ്. കാണുക, യേശുവിൻ്റെ വംശാവലിയിൽ 14, 14, 14 എന്ന സംഖ്യയുടെ രഹസ്യം എന്താണ് എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.